How do I motivate myself to study? എങ്ങനെയാണ് എനിക്ക് എന്നെ തന്നെ പഠിക്കാനായിട്ട് സ്വയം മോട്ടിവേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുക? എനിക്ക് വരാറുള്ള കമൻസിൽ ഒരു പ്രധാനപ്പെട്ട കമൻറ്റ് ഇതുപോലത്തെ ആയിരിക്കും. ബ്രോയുടെ വീഡിയോസ് കൊള്ളാം, നല്ല വീഡിയോസ് ആണ്, യൂസ്ഫുൾ ആണ്, വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഞാൻ പഠിക്കാനൊക്കെ തുടങ്ങും. പക്ഷേ പ്രശ്നം അതല്ല, ഒരു 5 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് എനിക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റുന്നില്ല. എൻ്റെ മൈൻഡിൽ പല വെറൈറ്റി തോട്ട്സ് ആണ്, എൻ്റെ മോട്ടിവേഷൻ മൊത്തം നഷ്ടപ്പെട്ടു പോവുകയാണ്. സോ ഹൗ ക്യാൻ ഐ സോൾവ് ദിസ് പ്രോബ്ലം? എങ്ങനെ എനിക്ക് ഈ ഒരു പ്രശ്നം പരിഹരിക്കാം? എങ്ങനെ എനിക്ക് എന്നെ തന്നെ എപ്പോഴും സ്വയം പഠിക്കാനായിട്ട് മോട്ടിവേറ്റ് ചെയ്യാം? അതിന് വേണ്ടിയിട്ടുള്ള വളരെ സിമ്പിൾ ആയിട്ടുള്ള 2 സ്റ്റെപ്സ് ആണ്, വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള 2 സ്റ്റെപ്സ് ആണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. ഓക്കെ, സോ ലെറ്റ്സ് ഡു ഇറ്റ്. Hello friends, it's me your brother and welcome back to another great episode. So നമ്മുടെ ടിപ്സിലേക്ക് പോകുന്നതിന് മുമ്പ് എനിക്കൊരു സന്തോഷ വാർത്ത പറയാനായിട്ടുണ്ട്. നമുക്ക് നമ്മളുടെ സിൽവർ പ്ലേ ബട്ടൺ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിന്റെ അൺബോക്സിംഗ് വീഡിയോ ഒക്കെ ഞാൻ നമ്മളുടെ സെക്കൻഡറി ചാനൽ രോഹിത്സ് ആർട്സ് ആൻഡ് വ്ളോഗ്സ് എന്ന സെക്കൻഡറി ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പോയി കാണാം. ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. തീർച്ചയായിട്ടും പോയി കാണാം. ബിക്കോസ് നിങ്ങളെല്ലാവരെയും കട്ട സപ്പോർട്ട് കാരണം നമുക്കുണ്ടായ ഒരു ബിഗ് അച്ചീവ്മെന്റ് ആണ്. അപ്പോൾ അതിൻ്റെ ഒരു അൺബോക്സിംഗ് വീഡിയോ, ആ ഒരു സന്തോഷ പ്രകടനമൊക്കെ ഞാൻ നമ്മളുടെ സെക്കൻഡറി ചാനൽ നിങ്ങളുമായിട്ട് പങ്കുവച്ചിട്ടുണ്ട്. അപ്പോൾ കാണാത്തതുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പോയി കാണുക. അതുപോലെ ആ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോവാം. ഹൗ ഡു ഐ മോട്ടിവേറ്റ് മൈസെൽഫ് ടു സ്റ്റഡി? നമ്പർ 1, ഫൈൻഡ് യുവർ വൈ. നമ്മൾ സ്കൂളിലും കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്ത് നമ്മളുടെ ഫ്രണ്ട്സ് സർക്കിളിൻ്റെ ഇടയിൽ കുറച്ച് സ്റ്റുഡൻസ് ഉണ്ടായിരിക്കും, കുറച്ച് ഫ്രണ്ട്സ് ഉണ്ടായിരിക്കും. എപ്പോഴും ഹാർഡ് വർക്ക് ചെയ്യുന്നവർ, എപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുന്നവർ, എപ്പോഴും എക്സാംസിനൊക്കെ നല്ല ഉയർന്ന മാർക്ക് സ്കോർ ചെയ്യുന്നവർ, ക്ലാസ് ടോപ്പേഴ്സ്. അപ്പോൾ അവരെ കാണുമ്പോൾ നമ്മൾ ചോദിക്കും, എടാ നീയൊക്കെ ഒരു മനുഷ്യൻ തന്നെയാണോ? നീയൊക്കെ എന്ത് ചെയ്യുന്നത്? നിനക്കൊക്കെ എങ്ങനെ ഇത്രയും നേരം ഇന്ന് പഠിക്കാൻ സാധിക്കുന്നത് എന്ന് ചോദിക്കും. അതുപോലെ ചിലപ്പോൾ പറയും, നീയൊക്കെ ശരിക്കും ഭയങ്കര ഗിഫ്റ്റഡ് ആയിട്ടുള്ള ആളാട്ടോ, എനിക്കൊക്കെ ജന്മന ഭയങ്കര IQ ലെവലാണ്, നാച്ചുറൽ ഇൻ്റലിജൻസ്, ഭയങ്കര തലുള്ള ആളാണ് എന്നൊക്കെ പറയും. യാ, ഇറ്റ്സ് ഓക്കെ, ഇറ്റ്സ് ഫൈൻ. ബട്ട് ലെറ്റ് മീ ടെൽ യു, ഈ IQ ലെവലും നാച്ചുറൽ ഇൻ്റലിജൻസ് ഒക്കെ ഇക്കാര്യത്തിൽ വളരെ ചെറിയൊരു റോള് മാത്രമേ വഹിക്കുന്നുള്ളൂ. പഠനങ്ങൾ തെളിയിക്കുന്നത് എന്താണെന്നറിയോ? ഈ ടോപ്പേഴ്സായി നിൽക്കുന്ന സ്റ്റുഡൻസിന് എപ്പോഴും കോമൺ ആയിട്ടുള്ളൊരു കാര്യമുണ്ട്. എന്താണെന്നറിയോ? ദേ ഹാവ് എ ക്ലിയർ വൈ, ദേ ഹാവ് എ ക്ലിയർ വിഷൻ. അവർക്കറിയാം എന്തിനാണ് അവരിങ്ങനെ കഷ്ടപ്പെട്ട് പഠിക്കുന്നത് എന്ന്. ദേ ഹാവ് എ ക്ലിയർ വൈ. അവരൊരിക്കലും മറ്റുള്ള സ്റ്റുഡൻസിനോട് പോയി ചോദിക്കില്ല, എടാ ഇത്രയും പഠിച്ചിട്ട് എന്ത് കിട്ടാനാ, എന്തിനാണ് ഇങ്ങനെയൊക്കെ പഠിക്കുന്നത് എന്ന്. ബിക്കോസ് ദേ നോ ദ ആൻസർ. അതുകൊണ്ടാണ് അവർ എപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുന്നതും. വൈ എന്ന ക്വസ്റ്റ്യൻ എപ്പോഴും അവരുടെ ഹയർ പർപ്പസ് തന്നെയായിരിക്കും. അത് തന്നെയാണ് അവരെ എപ്പോഴും പഠിക്കാനായിട്ട് മോട്ടിവേറ്റ് ചെയ്യുന്നത്. എത്ര ടയർഡ് ആണെങ്കിൽ പോലും പഠിക്കാനായിട്ട് അവരെ പുഷ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ആദ്യം ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്, സ്വയം ചിന്തിക്കുക, സ്വയം ചോദിച്ചു നോക്കുക, എന്തിനാണ് ഞാൻ പഠിക്കുന്നത് എന്ന്. അതിനുള്ള ഒരു ഉത്തരം നിങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ കാര്യങ്ങളൊക്കെ എളുപ്പമാണ്. കാരണം അത് കണ്ടെത്തി കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും നിങ്ങൾക്ക് പഠിക്കേണ്ടതായിട്ട് വരില്ല. നിങ്ങൾ നിങ്ങളുടെ ഗോൾസ് അച്ചീവ് ചെയ്യാനായിട്ടുള്ള ആക്ഷൻസ് എടുക്കുക മാത്രമാണ് ചെയ്യുന്നത്. ഓക്കെ, സോ ആദ്യത്തെ കാര്യം അതാണ്, ഫൈൻഡ് യുവർ വൈ. രണ്ടാമത്തെ സ്റ്റെപ്പ് പറയുന്നതിന് മുമ്പ് ഒരു ചെറിയ കാര്യം പറയാനായിട്ടുണ്ട്. നിങ്ങൾ PSCക്ക് പ്രിപ്പയർ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ഒരു ചെറിയ ആപ്ലിക്കേഷൻ പരിചയപ്പെടുത്തി തരാം. ഒരുപക്ഷെ നിങ്ങളെല്ലാവരും കേട്ട് കാണും, എൻട്രി ആപ്പ്. 35 ലക്ഷത്തിലധികം ആളുകൾ ഉപയോഗിക്കുന്ന പ്ലേ സ്റ്റോറിലുള്ള ഒരു ആൻഡ്രോയിഡ് ആപ്ലിക്കേഷനാണ് എൻട്രി ആപ്പ്. ഇനി വരുന്ന 10th ലെവൽ പ്രിലിംസ് പരീക്ഷയ്ക്കും LP UP LDC പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവർക്കും ഒക്കെ നല്ലൊരു പഠന സഹായിയായിരിക്കും ഈ ഒരു ആപ്ലിക്കേഷൻ. ഈ ഒരു കോവിഡ് സമയത്ത് കോച്ചിങ് സെന്ററുകളിൽ പോയിട്ട് പഠിക്കാൻ കഴിയാത്തവർക്കും, കോച്ചിങ് സെന്ററുകളിൽ ഉയർന്ന ഫീസ് അടയ്ക്കാൻ കഴിയാത്തവർക്കും, പ്രത്യേകിച്ച് ഈ വീട്ടമ്മമാർക്കും ജോലി ചെയ്യുന്നവർക്കും ഒക്കെ വീട്ടിൽ നിന്ന് തന്നെ പഠിക്കാനായിട്ട് ഈ ഒരു ആപ്ലിക്കേഷൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നു. വിദഗ്ധരായിട്ടുള്ള PSC അധ്യാപകരുടെ വീഡിയോ ക്ലാസ്സുകളും മോക്ക് ടെസ്റ്റുകളും ഒക്കെയാണ് ഇവർ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ക്രാഷ് കോഴ്സസ്, മോഡൽ പരീക്ഷകൾ, മുൻവർഷ ചോദ്യ പേപ്പറുകൾ, സ്റ്റഡി നോട്ടുകൾ, വിഷയം തിരിച്ചുള്ള പരീക്ഷകൾ, സംശയ നിവാരണത്തിനായിട്ടുള്ള ഗ്രൂപ്പുകൾ, ഇതെല്ലാം ഇവരുടെ മറ്റ് ചില പ്രത്യേകതകൾ കൂടിയാണ്. മറ്റ് കോപ്പറേറ്റീവ് പരീക്ഷകളായ SSC, റെയിൽവേ, ബാങ്ക്, നീറ്റ്, JEE പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്കും സ്പോക്കൺ ഇംഗ്ലീഷ് പഠിക്കുന്നവർക്കും ഒക്കെ ഈ ഒരു ആപ്ലിക്കേഷൻ യൂസ്ഫുൾ ആയിരിക്കും. സോ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ഇൻസ്റ്റാൾ ചെയ്യുക. ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് രണ്ടാമത്തെ സ്റ്റെപ്പിലേക്ക് പോവാം. സ്റ്റെപ്പ് നമ്പർ 2, ഫൈൻഡ് യുവർ വേർ. നമ്മൾ ചിലപ്പോൾ കുറേ സമയം TV കണ്ടിരിക്കുന്നുണ്ടായിരിക്കും, കുറേ സമയം സോഷ്യൽ മീഡിയയിൽ കളിച്ചിരിക്കുന്നുണ്ടായിരിക്കും. പക്ഷെ എന്നാലും എത്ര സമയം കഴിഞ്ഞാൽ നമുക്ക് ബോറടിക്കുകയില്ല, അത് നന്നായിട്ട് എൻജോയ് ചെയ്യാനായിട്ട് പറ്റും അല്ലേ? പക്ഷേ നിങ്ങൾ ചിന്തിച്ച് നോക്കുകയും, നിങ്ങൾക്ക് നാളെ ഒരു അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യാനായിട്ട്, ഒരു വലിയ അസൈൻമെന്റ് ആണ്, പക്ഷെ ഇതുവരെ നിങ്ങൾ വർക്കൊന്നും കംപ്ലീറ്റ് ചെയ്തിട്ടില്ല. അപ്പോഴും നിങ്ങൾ ഇതേപോലെ സോഷ്യൽ മീഡിയയിൽ കളിച്ചിരിക്കുമോ, കുറേ സമയം TV കണ്ടിരിക്കുമോ? ഇനിയിപ്പോൾ അങ്ങനെ ചെയ്താലും അത് നിങ്ങൾക്ക് കറക്റ്റായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുമോ? പറ്റില്ല. കാരണം നിങ്ങളുടെ ഉള്ളിൽ ആ അസൈൻമെന്റിനെ പറ്റിയുള്ള തോട്ട്സ് ആയിരിക്കും, ചിന്തകളായിരിക്കും.
ഈശ്വര എനിക്ക് നാളെ അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യണമല്ലോ, എന്നതാണെങ്കിൽ ഇതുവരെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല, അത്തരത്തിലുള്ള തോട്ട്സ് ആയിരിക്കും. അതുകൊണ്ട് നിങ്ങൾ ടി വി കാണുമ്പോഴോ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ കളിച്ചിരിക്കുമ്പോഴൊന്നും എൻജോയ് ചെയ്യാൻ പറ്റില്ല. ദാറ്റ് ഈസ് ദ പവർ ഓഫ് ഡയറക്ഷൻ. എങ്ങോട്ടാണ് പോകേണ്ടത്, എന്താണ് ചെയ്യേണ്ടത് എന്നതിനെ പറ്റിയുള്ള ഒരു ക്ലിയർ ഐഡിയ നിങ്ങൾക്ക് ഉണ്ടായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ ഒരു പുതിയ എബിലിറ്റി ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. ദ എബിലിറ്റി ടു സീ വെൻ യു ആർ ഗോയിങ് ഇൻ എ റോങ് ഡയറക്ഷൻ. നിങ്ങളൊരു തെറ്റായ ഡയറക്ഷനാണോ പോകുന്നത് എന്ന് നിങ്ങൾക്ക് തിരിച്ചറിയാനായിട്ട് സാധിക്കും. അതുകൊണ്ട് നല്ലൊരു ഡയറക്ഷൻ ഉണ്ടാക്കാനായിട്ട് നല്ല ഗോൾസ് സെറ്റ് ചെയ്യണം. നല്ല ഗോൾസ് ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു ക്ലിയർ ആയിട്ടുള്ള പാത്ത് ഉണ്ടാവുകയാണ്. സോ നമ്മളുടെ ഫോക്കസ്, കോൺസെൻട്രേഷൻ ഇതൊക്കെ ഇൻക്രീസ് ചെയ്യും. അതുപോലെ തന്നെ നമ്മളുടെ ഡിസ്ട്രാക്ഷൻസ് ഒക്കെ അവോയ്ഡ് ചെയ്യാനായിട്ട് പറ്റുകയും ചെയ്യും. ഓരോ ഗോൾസ് നമ്മളിങ്ങനെ അച്ചീവ് ചെയ്യുന്നതോറും നമ്മളുടെ മോട്ടിവേഷൻ ലെവൽ കൂടിക്കൊണ്ടേയിരിക്കും. ആൻഡ് ദാറ്റ്സ് ഹൗ വി ക്യാൻ സ്റ്റേ മോട്ടിവേറ്റഡ്. ഓക്കെ, സോ ഈ രണ്ട് കാര്യങ്ങൾ, ഫൈൻഡ് യുവർ വൈ ആൻഡ് ഫൈൻഡ് യുവർ വേർ, ഈ രണ്ട് കാര്യങ്ങൾ നിങ്ങൾ കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കിയാൽ പിന്നീട് എപ്പോഴും നിങ്ങൾക്ക് നിങ്ങളെ തന്നെ സ്വയം മോട്ടിവേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ ഫ്രണ്ട്സ്. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയി വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. തുടർന്ന് ഇതുപോലുള്ള മോട്ടിവേഷണൽ, സെൽഫ് ഡെവലപ്മെന്റ് ആൻഡ് എഡ്യൂക്കേഷൻ റിലേറ്റഡ് വീഡിയോസിനായിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, സോ താങ്ക് യു ഫോർ വാച്ചിങ്. Have a nice day.